So let's have a quick recap of the next chapter, Kerala model development. Kerala is known as God's own country due to its geographic structures, environmental resource and demography etc. അതായത് കേരളത്തിൻ്റെ എൻവയോൺമെൻ്റൽ ആയിട്ടുള്ള ചില പ്രത്യേകതകൾ, അതുപോലെ തന്നെ ഹോസ്പിറ്റാലിറ്റി, ഇതൊക്കെ ഒരുപാട് വിശേഷണങ്ങൾ കേരളത്തിന് നൽകിയിട്ടുണ്ട്, ലൈക്ക് ഗോഡ്സ് ഓൺ കൺട്രി എന്നുള്ള. Then compared to other states and countries, the people of Kerala has low per capita income. അതായത് മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, മറ്റുള്ള സ്റ്റേറ്റുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കേരളത്തിലെ ഒരു സ്റ്റേറ്റസ് എന്ന് പറയുന്നത് ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ആണ്. എല്ലാവരും നല്ല രീതിയിൽ നല്ല ഉയർന്ന സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിലാണ് ജീവിക്കുന്നത്. ദിസ് ഇസ് സർപ്രൈസിങ്. പക്ഷേ അവർക്കുള്ളത് ലോ പെർ ക്യാപിറ്റ ഇൻകം ആണ്, കുറച്ച് സാലറി ഉള്ളൂ. കുറച്ച് സാലറി കൊണ്ട് എങ്ങനെയാണ് നല്ലൊരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് അവർ ലീഡ് ചെയ്യുന്നത്, നമ്മൾ ലീഡ് ചെയ്യുന്നത് എന്നുള്ള ഒരു ചോദ്യചിഹ്നം. സോ അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞത്, മെയിൻ റീസൺ ഈസ് ഡോമിനേഷൻ ഓഫ് സർവീസ് സെക്ടേഴ്സ്. നമുക്ക് ഹെൽത്ത്, അതായത് നമുക്ക് PHCകളുണ്ട്, രോഗങ്ങൾ വന്നാൽ നമുക്ക് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുണ്ട്, പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ്, അതുപോലെ തന്നെ സ്കൂൾസ്, അതുപോലെ എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇതൊക്കെ ഫ്രീ ഓഫ് കോസ്റ്റ് പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരുപാട് സർവീസ് സെക്ടേഴ്സിന്റെ ഒരു പ്രസൻസ് ആണ് ഇതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത്. ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് കേരള മോഡൽ ഡെവലപ്മെന്റ് ആർ ഹൈ പൊളിറ്റിക്കൽ കോൺഷ്യസ്നെസ്. ആളുകളൊക്കെ എന്താണ്, നല്ല രീതിയിൽ പൊളിറ്റിക്കലി അവെയർ ആണ്, അതായത് രാഷ്ട്രീയ ബോധമുള്ള ആളുകളാണ്. അതുപോലെ തന്നെ കേരള ഗവൺമെന്റുകൾ എന്ന് പറഞ്ഞത് ഒരേ ഗവൺമെന്റ് അല്ല, പിന്നെ അതായത് ഓരോ 5 വർഷം കൂടുമ്പോഴും അല്ലെങ്കിൽ ഒരു 10 വർഷം കൂടുമ്പോഴും ഗവൺമെന്റുകൾ മാറി മാറി വരുന്നുണ്ട്. ചില സന്ദർഭങ്ങളിൽ 10 വർഷം 15 വർഷം അങ്ങനെ ചെയ്യാറുണ്ടെങ്കിലും പിന്നെ ഗവൺമെന്റുകൾ മാറി മാറി വരുന്നുണ്ട്. ഭരണപക്ഷവും അതുപോലെ തന്നെ പ്രതിപക്ഷവും സ്ട്രോങ് ആണ്. ഒപ്പോസിഷനും അതുപോലെ തന്നെ റൂളിംഗ് പാർട്ടിയും അതുപോലെ തന്നെ ഒപ്പോസിഷൻ പാർട്ടിയും ഒക്കെ സ്ട്രോങ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ, കോൺഫ്ലിക്റ്റിലേക്ക് പോവാതെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ ഉണ്ട്. ദെൻ ഹയസ്റ്റ് ഹ്യൂമൻ ക്യാപിറ്റൽ ഇൻഡെക്സ് ലൈക്ക് ഹയർ ലിറ്ററസി റേറ്റ്, അതായത് എന്തുണ്ട്, മാനവ വിഭവശേഷി, മാനവ മൂലധന സൂചിക, ഇതൊക്കെ കൂടുതലാണ്. ലൈക്ക് ഹയർ ലിറ്ററസി റേറ്റ്, സാക്ഷരത അതിന് കൂടുതലാണ്. നേരത്തെ പറഞ്ഞു സർവീസ് സെക്ടർ ആയിട്ടുള്ള അതൊക്കെ കൂടുതലുണ്ട്, അതായത് എഡ്യൂക്കേഷനൊക്കെ ഫ്രീ ഓഫ് കോസ്റ്റ് പ്രൊവൈഡ് ചെയ്യാനുള്ള പിന്നെ സംവിധാനങ്ങളുണ്ട്. അതുപോലെ തന്നെ ലോ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്, അതായത് മാതൃ മരണനിരക്ക് അത് കുറവാണ്. ആൻഡ് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്, അതായത് ശിശു മരണനിരക്ക് കുറവാണ്. കാരണം അവർക്ക് വേണ്ട പോഷകാഹാരങ്ങളുണ്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ ചെക്കപ്പ് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ലോക്കൽ പഞ്ചായത്തുകൾ അതുപോലെ തന്നെ അംഗൻവാടി കേന്ദ്രീകരിച്ചും ഒക്കെ ഉണ്ട് എന്നുള്ളത് ശ്രദ്ധേയമാണ്. സോ ലെറ്റ്സ് ലുക്ക് അറ്റ് ദ നെക്സ്റ്റ് സ്ലൈഡ്. അതുപോലെ തന്നെ ഡോമിനേഷൻ ഓഫ് സർവീസ് സെക്ടേഴ്സ് നേരത്തെ പറഞ്ഞു. ദെൻ സോഷ്യൽ ഡെവലപ്മെന്റ്സ്, അതുപോലെ തന്നെ സാമൂഹികമായിട്ടുള്ള ഡെവലപ്മെന്റുകൾ, ചാരിറ്റി ഓർഗനൈസേഷൻസ്, ഇതൊക്കെയുണ്ട്. അപ്പോൾ ആരെയും ഒറ്റപ്പെടുത്താതെ എല്ലാവരെയും കോർത്തിണക്കാനുള്ള, എല്ലാവർക്കും പിന്നെ സഹായങ്ങൾ നൽകാനുള്ള ഒരുപാട് ഓർഗനൈസേഷൻസ് ഇവിടെ നിലവിലുണ്ട് എന്നുള്ളത്. സെൽഫ്ലെസ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ നിലവിലുണ്ടെന്ന് ശ്രദ്ധേയമാണ്. ദെൻ കേരളം നേരിടുന്ന ചില ചലഞ്ചുകളാണ്. ഒന്ന്, ഗ്രോത്ത് വിത്ത് ഫോറിൻ റെമിറ്റൻസസ്. പലപ്പോഴും നമുക്ക് ഗൾഫ് മണിയാണുള്ളത്. അപ്പോൾ ഗൾഫ് മണി എത്രത്തോളം അവരുടെ പൗരന്മാർക്ക് മാത്രം ജോലി നൽകുന്ന ഒരു അവസരം ഇതാണെങ്കിൽ, കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് നിതാഖാത്ത് പോലെയുള്ള അങ്ങനത്തെ അതൊക്കെ വന്നിരുന്നു. സോ അത് എത്രത്തോളം നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ കഴിയുമെന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. ദെൻ ഇൻക്രീസിങ് ഇനീക്വാലിറ്റി, അതുപോലെ തന്നെ അസമത്വങ്ങൾ, ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ, അക്രമങ്ങൾ, അതുപോലെ ഷിഫ്റ്റ് ടുവേർഡ്സ് കൺസ്യൂമർ സ്റ്റേറ്റ്. നമ്മൾ ആദ്യമൊക്കെ ഒരു എക്സ്പോർട്ടർ സ്റ്റേറ്റ് ആയിരുന്നു, അതായത് കയറ്റുമതി ഇപ്പോൾ ഭക്ഷ്യധാന്യങ്ങൾ അതുപോലെ തന്നെ നെല്ല്, ഇതൊക്കെ കയറ്റുമതിയായിരുന്നു. പക്ഷെ ഇപ്പൊ അത് കാലത്ത് അധികവും ഇറക്കുമതിയാണ് ചെയ്യുന്നത്. കാരണം നെൽപ്പാടങ്ങളൊക്കെ നികത്തി അവിടെ ബിൽഡിങ്ങുകൾ ഇങ്ങനെ വരാൻ തുടങ്ങി. ദെൻ ലോ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത്, അതുപോലെ തന്നെ നമുക്ക് ഒരു ഉറപ്പിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഒരു ഇതില് സംവിധാനത്തിൽ നമുക്ക് പിന്നെ ക്യാഷ് ചെലവഴിക്കാൻ കഴിയൂല, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, അതിന് ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറയും. ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ഒരു പേടി, ഇതൊക്കെ ചലഞ്ചുകളാണ്. ദെൻ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള, കേരളവും ചൈനയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് രണ്ട് സ്കോളേഴ്സ്, ജീൻ റൂസും അമർത്യ സെന്നും നൽകുന്നത്. ചൈനയിൽ ചൈനയിൽ ഒരു ടോപ്പ് ഡൗൺ അപ്രോച്ച് ആണ്. അതായത് ഗവൺമെന്റ് അല്ലെങ്കിൽ അതോറിറ്റി പറഞ്ഞത് കേൾക്കുക, മറ്റുള്ള ആളുകൾ അനുസരിക്കുക എന്നുള്ളത്. പക്ഷെ ഇന്ത്യയിൽ അങ്ങനെയല്ല.
കർഷകർക്ക് നല്ല സ്ഥാനമുണ്ട്. അതുപോലെ തന്നെ ഒരു ഡെമോക്രാറ്റിക് സെറ്റപ്പ് ആണ് ചൈനയെ കമ്പയർ ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ ചൈനയിൽ ഫെമിൻ നടന്നിരുന്നു, അല്ലെങ്കിൽ പട്ടിണി മൂലമുള്ള മരണങ്ങൾ നടന്നിരുന്നു. കാരണം അവർക്ക് താഴെക്കിടയിലുള്ള ആളുകൾക്ക് ഒരു വോയിസ് ഇല്ലാത്തൊരവസ്ഥ. പക്ഷേ ഇന്ത്യയിൽ ബോട്ടം അപ്പ് അപ്രോച്ച് ആണ്, അതായത് താഴെക്കിടയിലുള്ള ആളുകൾക്കും അവർക്കൊരു വോയിസ് ഉണ്ട്. ഓക്കെ, വോയിസ് ഫോർ ദ വോയിസ്ലെസ് പീപ്പിൾ. അതുപോലെ ഫാർമർ ഹാസ് ഓൾസോ എ വോയിസ് എന്നുള്ള സംവിധാനങ്ങൾ ഇന്ത്യയിലെ ഡെമോക്രസിയാണ് അതിന്റെ റീസൺസ് എന്ന് പറഞ്ഞാൽ. ഫാമിംഗ് മേഖലയ്ക്ക് കേരളം കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്നു, ഇന്ത്യ കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്നു. പക്ഷേ ഇവിടെ അധികം ചൈനയിൽ അധികം വെപ്പൺസ്, അതുപോലെ തന്നെ ആയുധങ്ങൾ, ഇതിനൊക്കെയാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്നത്. സോ ദിസ് ഓൾ അബൌട്ട് ദിസ് ചാപ്റ്റർ.